അറഫാ നാളിൽ തന്റെ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം ആ പ്രഭാഷണം കാണുന്നുണ്ട്. അറഫാ നാളിൽ ഒരായത്ത് അവതീർണമായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഒരായത്ത് അവതരിച്ചിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ആയത്ത് അതാ അറഫാ നാളിൽ അവതീർണമാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അവതരിക്കപ്പെട്ട ആയത്താണിത്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഈ ആയത്ത് ഓതിയപ്പോ അതാ അവിടുത്തെ സമീപത്തൊരു ജൂതനായ വ്യക്തി നിൽക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട്, ലൗ ഉൻസില അലൈനാ ഹാദാ ലത്തഖദ്നാ യൗമഹാ ഈദാ. അവിടുന്ന് പറയാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട്, ഞങ്ങളുടെ വേദഗ്രന്ഥത്തിലായിരുന്നു ഈ ആയത്ത് അവതീർണമായിരുന്നതെങ്കിൽ അന്ന് ഞങ്ങൾ പെരുന്നാളാക്കിയേനേ, ഞങ്ങൾക്ക് വലിയ സന്തോഷമായേനേ. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ള മതത്തിന്റെ പൂർത്തീകരണമാണിത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഞാനിതാ സ്വഹാബ, എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യ നിർവഹണത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 23 കൊല്ലക്കാലത്തെ ഔദ്യോഗിക പ്രബോധന കാലയളവ് എനിക്കുണ്ടായിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ എന്റെ ജീവിതത്തിലെ അടക്ക അനക്കങ്ങളിലൂടെ ഞാൻ ഇസ്ലാമിനെ ഇവിടെ വരച്ചു കാണിച്ചു. ഈ മതത്തിന്റെ പൂർത്തീകരണം ഇവിടെ നടന്നു എന്ന് പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് അവതീർണമായപ്പോ പിന്നെ സ്വഹാബത്തൊന്നും ആലോചിച്ചില്ല. ഇനി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടേണ്ടതെല്ലാം നമുക്ക് കിട്ടി. ഇനി ഈ മതത്തിന്റെ പ്രചരണമാണ് നമ്മിൽ അർപ്പിതമായിട്ടുള്ളത്. സ്വഹാബത്ത് 4 ദിക്കുകളിലേക്ക് ഓടുകയാണ്.